മണ്ണാർക്കാടിനെ കൂടി കേരളത്തിലെ അതിവേഗ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് അതിവേഗതയിൽ എത്താൻ സഹായകരമായ പദ്ധതിയാണ് അതിവേഗ റെയിൽവേ പദ്ധതി. ആ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി മണ്ണാർക്കാടിനെ കൂടി ഉൾപ്പെടുത്തണം. മണ്ണാർക്കാടിന്റെ സവിശേഷതമായ സാഹചര്യം, 2 താലൂക്കുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. മണ്ണാർക്കാടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അട്ടപ്പാടി വഴി വളരെ വേഗതയിൽ എത്തിച്ചേരാൻ കഴിയും. മേട്ടുപ്പാളയത്തിലേക്കും ഊട്ടിയിലേക്കും വഴിയുള്ള ഒരു പ്രദേശമാണ്. പാലക്കാടിൽ നിന്ന് ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ മണ്ണാർക്കാടിലൂടെയാണ് കടന്നു പോകുന്നത്. മണ്ണാർക്കാട്ടുകാർ വിദേശ രാജ്യങ്ങളിൽ നിരവധി ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സംരംഭകർ വളർന്നു വരുന്ന ഒരു പ്രദേശമാണ്. അവർക്ക് അവരുടെ ആശയങ്ങളൊക്കെ വളരെ വേഗതയിൽ എത്തുവാനും റെയിൽവേ കണക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശവുമാണ് മണ്ണാർക്കാട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ മഞ്ചേരിയെയും നിലമ്പൂരിനെയും പെരിന്തൽമണ്ണയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതി രാജ്യത്തിന്റെ വികസനത്തിന്റെ, സംസ്ഥാനത്തിന്റെ വികസനത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് മണ്ണാർക്കാടിനെ ഒരു പുതിയ യുഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സർക്കാരിന്റെ ഈ പദ്ധതിയിൽ അതിവേഗ റെയിൽവേ പദ്ധതിയുടെ അലൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മണ്ണാർക്കാടിനെ കൂടി ഉൾപ്പെടുത്തണമെന്നൊരു അഭ്യർത്ഥന സർക്കാരിന്റെ മുമ്പിലും പൊതുസമൂഹത്തിന്റെ മുമ്പിലും അവതരിപ്പിക്കുകയാണ്.